അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഞായറാഴ്ച നമ്മളെ ഓർഫൻ കെയറിലുള്ള കുട്ടികളെ ക്ലാസ്സിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്ത് ഞാനിവിടെ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇന്ന് ഈ ഭക്ഷണമൊക്കെ ആരാണ് സ്പോൺസർ ചെയ്തതാണോ ചോദിച്ചു. അപ്പോൾ അതെ, ഒരാൾ സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ സന്തോഷമായിട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടേനി പറഞ്ഞു. ആയിക്കോട്ടെ, ഇരിക്കുക, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സൈഡിൽ 2 ചെയറിട്ട് അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ മദ്രസിൽ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സ്കൂളിൽ 4-ാം ക്ലാസ്സിലാണ്, ഒരു ആൺകുട്ടിയാണ്. പേരും സ്ഥലമൊക്കെ ചോദിച്ചു. എന്നിട്ട് അവന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറയാണ്, നമ്മളൊരാളെയും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കരുത്. ഒരാളെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അയാളെ മനസ്സിലാക്കി അയാളെ സ്വഭാവമൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞ 2-ാമത്തെ കാര്യം, ഒരു കണ്ണ് കാണാത്ത ആൾ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ അയാളെ കയ്യിൽ നിന്നൊരു പേഴ്സ് താഴെ വീണ്. അപ്പോൾ നമ്മളത് പോയി എടുക്കരുത്. നമ്മളത് എടുക്കുന്നത് അയാൾ കണ്ടിട്ടില്ലെങ്കിലും അത് അള്ളാഹു കാണും. നാളെ പരലോകത്ത് വെച്ച് നമ്മളെ ചോദ്യം ചെയ്യും. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങളും മറ്റുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ 3-ാമത് പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു കാര്യം നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. നാളെ നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയ നഷ്ടമായിട്ട് മാറും എന്നുള്ളത്. അപ്പോൾ ഒരു 4-ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കണ, 3-ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ഖുർആനിൻ്റെയും ഹദീസുകളുടെയൊക്കെ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് കുട്ടി സംസാരിച്ചിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതളിർ സ്വബാഹ് വൈദാ അസ്ബഅത ഫലാ തൻതളിറിൽ മസാഹ് ഹുദ് മിൻ സിഹതിക ലി മറളിക് വമിൻ ഹയാതിക ലി മൗതിക്. വൈകുന്നേരമായാൽ നീ പ്രഭാതത്തെ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കരുത്. പ്രഭാതമായാലോ പ്രദോഷത്തെ, വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത്. നിൻ്റെ രോഗാവസ്ഥക്ക് വേണ്ടി നിൻ്റെ ആരോഗ്യത്തെ നീ പിടിക്കണം. അതായത് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യാവസ്ഥയെ നീ ഉപയോഗപ്പെടുത്തണം. മരണത്തിനു വേണ്ടി നീ നിൻ്റെ ജീവിതത്തെയും ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. മരണം എത്തുന്നതിന് മുമ്പ് നമുക്ക് നൽകിയിട്ടുള്ള ആയുസ് മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ ചെലവഴിക്കുക എന്ന്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്, നമ്മുടെ മരണം എത്തി നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനു മുമ്പായിട്ട് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നമ്മുടെ സമ്പത്തായാലും നമ്മുടെ ആരോഗ്യമായാലും നമ്മുടെ കഴിവുകളായാലും ഒക്കെ നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുള്ള ആൾ എന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എന്തായാലും, അത് സമ്പത്തായാലും ആരോഗ്യമായാലും നമ്മുടെ കഴിവുകളായാലും ഒക്കെ, അത് ഏറ്റവും കൂടുതൽ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നാണ്. ഇവിടെ നമുക്ക് പൈസയുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ അതൊക്കെ ആവശ്യക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഓരോ മാസവും നമ്മുടെ സെൻറ്ററിൽ വരുന്നത് എന്നാണ്. നമ്മളെ ബിസ്മിയുടെ ഓർഫൻ കെയറിലെ കുട്ടികളെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും ശേഷമൊക്കെ കുട്ടികളായിട്ട് സമയം കിട്ടിയാലൊക്കെ ഇങ്ങനെ സംസാരിക്കലുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എന്താണ് ബിസ്മിയിൽ വരുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചില കുട്ടികൾ പറയും, ഒരു കുട്ടി പറഞ്ഞു, ഇവിടെ എത്തുമ്പം ഞാൻ മാത്രമല്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് വരുന്നത്. വേറൊരു കുട്ടി പറഞ്ഞു, ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നുണ്ട്. വേറൊരു കുട്ടി പറഞ്ഞു, ഇവിടെ എത്തുമ്പോൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് മനസ്സിൽ കുറേ സമാധാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത്, ഇപ്പോൾ ഈ ലാസ്റ്റൊക്കെ പറഞ്ഞത് വാപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഒരു കുട്ടി
ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം, എന്തൊരു സങ്കടപ്പെട്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ വീടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. വീടിന് പിന്നെ സ്ഥലമില്ല, വീടുമില്ല, പിന്നെ വീട്ടിൽ വേറെ ആരാണുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഉമ്മൻ്റെ അനിയത്തിയുണ്ട്. അപ്പം ഉമ്മൻ്റെ അനിയത്തിനെയും ഭർത്താവ് ശ്രദ്ധിക്കലില്ല. അപ്പോൾ ആ അനിയത്തിൻ്റെ മകനെയും ഈ കുട്ടി ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവരോട് സംസാരിച്ച് അപ്പോൾ ഈ പ്രാർത്ഥിക്ക് നല്ലോണം പഠിക്കണം, അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിലാകുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇറച്ചി മീനൊക്കെ കൂട്ടലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്താ ഇഷ്ടമില്ലാത്തതാണോ ചോദിച്ചു. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഏതാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു കോഴി ഇറച്ചിയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. ഏതിനാണ് പൂതി എന്ന് ചോദിച്ചപ്പോൾ, ആഗ്രഹം എന്തിനാണെന്ന് ചോദിച്ചപ്പം കോഴി ഇറച്ചിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഇതിന് പൂതി ഉണ്ടാവില്ല ചോദിച്ചു. അപ്പോൾ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നല്ല പൂതി വരും. അപ്പോൾ സ്മെല്ല് എപ്പോഴാണ് എനിക്ക് അനുഭവിക്കൽ, സ്മെല്ല് എപ്പോഴാണ് എത്തൽ ചോദിച്ചപ്പം അടുത്ത വീട്ടിലൊക്കെ ഇങ്ങനെ ഈ കോഴി ഇറച്ചി പാകം ചെയ്യുന്ന അതിൻ്റെ സ്മെല്ലിങ്ങനെ വരുമ്പം ഇങ്ങനെ കൂട്ടാൻ പൂതിയാവുന്നു. അപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, അങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉള്ള കുറേ കുട്ടികൾ, അപ്പോൾ ഈ ആഗ്രഹം ഒരു ഇറച്ചി കിട്ടിയാൽ ഇപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇപ്പോൾ എന്താ ഒരു സിമ്പിളല്ല, 1 കിലോ കോഴി ഇറച്ചിക്ക് ഇത്ര വലിയ പൈസ ആവുമോ എന്നൊക്കെ നമുക്ക് തോന്നും. ബിസ്മിയിൽ നിന്ന് കിട്ടുന്ന ഒരു 3000 രൂപയോ പിന്നെ ചില ആളുകൾക്ക് വിധവാ പെൻഷനൊക്കെ കിട്ടിയാൽ ഈ പൈസ കൊണ്ട് തന്നെ ഒപ്പിച്ച് ഇങ്ങനെ പോകുന്ന കുടുംബങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു 2025 വർഷം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊക്കെ ഒരു വർഷത്തെ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നമ്മളൊക്കെ നടത്തും. അപ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കി, നമ്മളെ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ്, ഫിനാൻസുമായി ബന്ധപ്പെട്ട സംഗതികൾ, നമ്മൾ സ്കൂളിൽ കുട്ടികൾക്കുള്ള ഫീസ് ഇത്ര, ബസ് ചാർജ് ഇത്ര, പിന്നെ ട്യൂഷൻ്റെ ഫീസ് ഇത്ര, പിന്നെ കറണ്ടിൻ്റെത്, ഗ്യാസിൻ്റെത്, ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ കിട്ടുന്ന സാലറി അവസാനം വെച്ച് നോക്കുമ്പോൾ അതായിട്ട് ഇങ്ങനെ ഒപ്പിച്ച് പോവാണ്. അത് നമുക്ക് ജോലി ഉണ്ടായിട്ട് പോലും നമ്മളെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇതില്ലാത്ത ഒരു കുടുംബം ഒരു 3000-3500 രൂപയൊക്കെ കഴിഞ്ഞു പോകുമ്പം ഒരു ഗ്യാസിൻ്റെത് വന്നാൽ 1000 ഉറുപ്പ്യ പോയി, കറണ്ട് വന്നാൽ 150 ഉറുപ്പ്യ അങ്ങനെ പോയി, പിന്നെ 1-2 ഹോസ്പിറ്റൽ കേസും വന്നാൽ, അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ കോഴി ഇറച്ചിയോ അല്ലെങ്കിൽ ഇറച്ചിയോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാത്ത ഒരുപാട് കുട്ടികൾ, അവർക്ക് ഉമ്മക്ക് അത് വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പിന്നെ അതിനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ വന്നപ്പം നമുക്ക് അൽഹംദുലില്ലാ ഒരു സഹോദരന് ഒരു തന്നിരുന്നു, ഒരു പോത്തിൻ്റെ ഇറച്ചി ഈ കുടുംബങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ തരുന്ന ആളുകളായാലും, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറച്ചിനെ കുറിച്ച് കാതറാക്ക സൂചിപ്പിച്ചു, അത് തന്ന സഹോദരന് ഈ ഇറച്ചി അദ്ദേഹം നൽകുന്നത്, ഒരു പോത്തിനെ അദ്ദേഹം നൽകുന്നതിന് മുമ്പ് കുറേ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വില ചോദിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഇവിടെ വരുന്ന കുടുംബങ്ങൾക്ക് ഇറച്ചി കൊടുക്കാനൊരു ആഗ്രഹമുണ്ട്, അതിന് എത്ര പൈസ ആവും, എത്രയാണ് വേണ്ടി വരിക എന്നുള്ളതൊക്കെ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം അത് വില മനസ്സിലാക്കി. പിന്നെ ഇടയ്ക്ക് കാതറാക്കനെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ പൈസ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് എന്നോട് ആ സമയത്ത് കാതറാക്ക അത് പറഞ്ഞു. ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു ഉരുവിനെ നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ വരുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് ആ കഴിഞ്ഞ ആഴ്ച ആ ഒരു ഇറച്ചി എത്തുന്നത് നമ്മളെ സെൻറ്ററിലേക്ക്. അപ്പോൾ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ വയുത്തൈമൂന ത്വാമ അല ഹുബ്ബിഹി മിസ്കീനം വയത്തീമൻ വാസീറ, വയുത്തൈമൂന ത്വാമ അല ഹുബ്ബിഹി മിസ്കീനം വയത്തീമൻ വാസീറ, ഭക്ഷണത്തോട് പ്രിയമുള്ളവരായിരിക്കെ തന്നെ മിസ്കീനിനും യത്തീമിനും ബന്ധനസ്ഥർക്കും ആഹാരം നൽകുന്നവരാണ് അവർ എന്ന്. അപ്പോൾ ഇതൊക്കെ വലിയ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ മാത്രം നൽകുന്ന പൈസ അല്ല, ഒപ്പിച്ചു പോകുന്ന ആളുകളുള്ള പൈസ എടുത്തു വെച്ചിട്ട് ഇവിടെ വരുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നൽകുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഈ സെൻറ്ററിൽ ഒരുപാട് 100 കണക്കിന് ആവശ്യക്കാരായിട്ടുള്ള, ഭക്ഷണത്തിന് ആഗ്രഹമുള്ള, ഇറച്ചിക്ക് ആഗ്രഹമുള്ള, വസ്ത്രത്തിന് ആഗ്രഹമുള്ള, പുതിയ ഡ്രസ്സ് എടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം കുറേ കുട്ടികൾ പറയുന്ന ആ ബിസ്മീന്ന് കഴിഞ്ഞ പെരുന്നാൾക്ക് കിട്ടിയ ഡ്രസ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ആവശ്യക്കാരായിട്ടുള്ള 100 കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ സെൻറ്ററിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്തും വംഫിക്കൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്തും മരണം എത്തുന്നതിന് മുമ്പ് അത് ചെലവഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു മാസത്തിൽ ഒരു കുടുംബത്തിന് 1000 രൂപ നമ്മൾ കൊടുത്തു, ഒരു ഓർഫൻ കുടുംബത്തിന്, അല്ലെങ്കിൽ ഒരു 10,000 രൂപ കൊടുത്തു. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു അങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു ഷവർമൻ്റെ സ്മെല്ല് വരുമ്പം നമ്മൾക്കത് ആ ഹോട്ടലിൽ കയറി ഭക്ഷിക്കാൻ കഴിയും. ഒരു അൽഫാമിൻ്റെ സ്മെല്ല് വരുമ്പം നമുക്കത് പാർസലായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒന്നിലധികമോ തവണ ഇങ്ങനെ കോഴിയും പിന്നെ പോത്തിറച്ചിയും ഒക്കെ നമ്മൾ കൂട്ടുമ്പോൾ ആ നമ്മൾ കൂട്ടുന്ന ഇറച്ചിക്ക് ഒന്നുപാടെ സ്വാദിഷ്ടവും ഒരു
അനുഭൂതിയും ഉണ്ടാവുമെന്ത്, നമ്മൾ ഒരു മാസത്തിൽ ഒരു കുടുംബത്തിന് ഒരു 3000 രൂപ കൊടുത്ത്, നമ്മളറിയാത്ത ഏതോ ഒരു കുടുംബം ഈ 3000 രൂപക്ക് അവർ കോഴി വാങ്ങി അവരുടെ ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു 3000 രൂപക്ക് അവർക്കത് ഉപയോഗപ്പെടുത്തി അതേസമയം തന്നെ നമ്മളെ വീട്ടിലേക്കുള്ള ഇറച്ചി വാങ്ങി നമ്മളെ കുട്ടികളോടൊത്ത് കഴിക്കുമ്പം അതിന് കൂടുതൽ മാധുര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ വളരെ അർഹതപ്പെട്ട പ്രയാസപ്പെടുന്ന കുടുംബങ്ങളാണ് ഒരാഴ്ചയും നമ്മുടെ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് എന്തായാലും അത് നമ്മുടെ പൈസ, അത് 1 രൂപ മുതൽ 1,00,000 രൂപ വരെ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന, അത് നമ്മുടെ പാരത്രിക ലോക ജീവിതത്തിലേക്ക് ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന, ഒരു വലിയ ലാഭകരമായിട്ട് നമുക്ക് മുതൽ മുടക്കാൻ പറ്റുന്ന, നമ്മുടെ സമ്പത്ത്, അറിവ്, കഴിവ് ഒക്കെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതൊക്കെ ഈ ഒരു മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സും തൗഫീക്കും ആഫിയത്തും നൽകുമാറാവട്ടെ. ഈ ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് സഹോദരന്മാർ സാമ്പത്തികമായും ശാരീരികമായും സഹകരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും ഇരു ലോകത്തും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.